Here we go to the movie Ozzy. Let's start. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പാവം പിടിച്ച പട്ടിക്കുട്ടനെ 2-3 പേര് ചേർന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇത്രയ്ക്ക് ഭയങ്കരനാണോ എന്നാണ് കൂട്ടുകാർ ചിന്തിക്കുന്നത്? നമുക്കെന്തായാലും കഥയൊന്ന് കേട്ടേക്കാം. ഒരു മാസത്തിന് മുൻപാണ് കൃത്യമായിട്ട് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. കിറ്റി എന്ന പെൺകുട്ടിയുടെ സുന്ദരൻ പട്ടിക്കുട്ടനായ ഒസിയാണ് നമ്മുടെ കഥയിലെ നായകൻ. അവൻ അവന്റെ അയൽവാസി പെറ്റ്സുമായിട്ടൊക്കെ നല്ല കൂട്ടാ കേട്ടോ. അവിടെയുള്ള എല്ലാവർക്കും പേടിയുള്ള ഒരാളുണ്ട്. ഇവിടേക്ക് പത്രം ഇടാൻ വരുന്ന ചെറുക്കന്റെ വില്ലൻ പട്ടിയെ. അവൻ ഇവരെ കണ്ടമഴി ഓടിക്കുമെന്നേ. ഇനി കിറ്റിയും ഒസിയും തമ്മിലുള്ള കാര്യങ്ങൾ പറയാം. ഇവളുടെ അമ്മ ഒരു പാചകറാണിയാണെന്നാണ് സ്വയം പറയുന്നത്. പുള്ളിക്കാരി അങ്ങനെ ഓരോ ദിവസം ഓരോ പരീക്ഷണങ്ങളായിട്ട് ഇറങ്ങും. പക്ഷെ അതൊക്കെ കഴിക്കേണ്ടി വരിക നമ്മുടെ ഒസിക്കാണ്. കിറ്റിക്ക് എന്ത് കാര്യത്തിനും ഒസി കൂട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് അയൽവാസിക്ക് എന്തെങ്കിലും പണി കൊടുക്കാനാണ് ഇവര് മെയിൻ ആയിട്ട് ഒറ്റക്കെട്ടായി നിൽക്കാറുള്ളത്. പക്ഷെ ഇത്തവണ പണി കൊടുത്തത് അല്പം കൂടിപ്പോയി. നമ്മുടെ കിറ്റിക്ക് അവളുടെ പാരന്റ്സ് പണിഷ്മെന്റായി ഇനി കുറച്ചു നാളത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞു. അവളുടെ കൂടെ കളിക്കാതിരുന്നിട്ട് ഒസിക്ക് ഒരു സമാധാനവുമില്ല. അങ്ങനെ അവളെ കുറച്ചു പുറത്തോട്ട് വിളിച്ച് ആരും കാണാതെ കിറ്റി പുറത്തെത്തിയിട്ട് സ്കേറ്റിംഗ് ബോർഡും എടുത്ത് നമ്മുടെ ഒസിയുടെ കൂടെ കളിക്കാൻ തുടങ്ങാണ്. പക്ഷെ കൺട്രോൾ ഇല്ലാതെ ഈ സ്കേറ്റിംഗ് ബോർഡ് ഒരിടത്ത് പോയി മറിഞ്ഞ് വീണു. കിറ്റിക്ക് പരിക്ക് പറ്റി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കിറ്റിക്കും ഒസിക്കും വീണ്ടും വഴക്ക്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ കിറ്റിയുടെ അച്ഛന് ഓഫീസിൽ നിന്നൊരു പ്രൊമോഷൻ വന്നു. ഫാമിലി ആയിട്ട് ജപ്പാനിലേക്ക് ഒരു ട്രിപ്പ് പോവാമെന്ന്. അങ്ങനെ എല്ലാവരും വൻ സന്തോഷത്തിലിരിക്കുമ്പോൾ ഇവരുടെ കൂടെ പട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ഓർഡർ വന്നു. അപ്പൊ നമ്മുടെ ഒസിയെ ഇവിടെ ആരെയെങ്കിലും ഏൽപ്പിച്ച് വേണം പോവാനായിട്ട്. പക്ഷേ ഒരു റിലേറ്റീവും അതിന് തയ്യാറാവുന്നില്ല. അവസാനം ഒരു ഡോഗ് റിസോർട്ട് കണ്ടുപിടിച്ച് അവനെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഒസി ഓടിക്കളഞ്ഞത്. ആ ഓട്ടോ ആണ് നമ്മുടെ സിനിമയിൽ നമ്മൾ ആദ്യം കണ്ടതും. അവസാനം ഇവരവനെ കണ്ടെത്തി ഈ ഡോഗ് റിസോർട്ടിലേക്ക് കൊണ്ടുപോയി. ഈ ഡോഗ് റിസോർട്ടിന്റെ ഓണറായ പോള് പറയുവാണ്, ശരിക്ക് ഇവിടെ താമസിക്കുന്ന പട്ടികൾക്ക് തിരികെ പോകാനായിട്ട് ആഗ്രഹം ഉണ്ടാവത്തില്ല. കാരണം ഇവിടേക്ക് അത്രയ്ക്ക് അടിപൊളി ഫുഡാണ് പട്ടികൾക്ക് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പട്ടികൾക്ക് സ്പെഷ്യൽ സ്പാ ഉണ്ട്, അവർക്ക് കളിക്കാനായിട്ട് പാർക്ക് ഉണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് കൺവിൻസ് ആയിട്ട് അവിടെയുള്ള ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് അടാറ് പൈസയൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുത്ത് ഒസി ഇവിടെ ആക്കിപ്പോയി. എന്നാ ഫാമിലി പോയി കഴിഞ്ഞതും പിന്നീട് നമ്മൾ കാണുന്നത് ഒസിയെ ഇവന്മാര് മറ്റൊരു ഡോഗ് പ്രിസണിലേക്ക് മാറ്റുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന പട്ടികളെയൊക്കെ തന്നെ ഇവര് ഇത്തരത്തില് ഡോഗ് പ്രിസണിലേക്ക് മാറ്റും. ഇവിടെ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടറി പ്രവർത്തിപ്പിക്കുന്നത് പട്ടികളാണ്. അങ്ങനെ ഒസിയും ഇപ്പൊ ആ ഡോഗ് പ്രിസണിലേക്ക് എത്തി. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ചീഫ് എന്ന ഒരു ഡോബർമാൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നേതാവായിട്ടുള്ള ഗ്രണ്ട് എന്ന പട്ടിയുണ്ട്. ഇപ്പൊ ഒസിയെ ഗ്രണ്ടിന്റെ അടുത്തേക്ക് ഇവര് കൊണ്ടുപോയിരിക്കാണ്. ഒസി ചോദിച്ചു, എന്റെ വീട്ടുകാർ വരുമ്പോ എന്നെ തിരിച്ചു വിടുവല്ലോ അല്ലേ എന്ന്. ഇനി നീ ഇവിടെ നിന്ന് പുറം ലോകം കാണാൻ പോകുന്നില്ല, നീ ഇനി ഇവിടെ നിന്ന് പണിയെടുക്കാൻ പോവാ എന്നും പറഞ്ഞ ഗ്രണ്ട് അവന്റെ ആ നെയിം ടാഗ് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനാ അഴിച്ചു വെക്കുന്നേ? ഇവിടെ ഒത്തിരി പട്ടികളുണ്ടല്ലേ എന്ന് ആ നെയിം ടാഗിന്റെ ബോക്സ് നോക്കി ഒസി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചീഫ് ഇവനെ കൊണ്ടുപോയിട്ട് ഒരു ജയിൽ പോലുള്ള സ്ഥലത്തിട്ടു. അവിടെ ഇവനൊരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു ഫ്രോങ്കി. കാഴ്ചയ്ക്ക് അല്പം തകരാറ് നമ്മുടെ ഫ്രോങ്കിക്ക് ഉണ്ടായിരുന്നു. ഒസിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് അവനെ അവന്റെ ഫാമിലി വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന്. എന്നാൽ ഫ്രോങ്കി പറഞ്ഞു, ഇവിടെ എത്തിയ ഒരു പട്ടിയും പിന്നീട് തിരിച്ചു പോയിട്ടില്ല എന്ന്. അങ്ങനെ കുറച്ചേറെ പ്രതീക്ഷയൊക്കെ നശിച്ചാണ് അന്ന് നമ്മുടെ ഒസി കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ചീഫ് ഇവരെ എല്ലാവരെയും വന്ന് വിളിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ ഒസി വേറെയും കുറച്ചു പേരെ പരിചയപ്പെടുന്നുണ്ട്. നമുക്ക് വഴിയെ പേരുകൾ അറിയാം കേട്ടോ. ഒസിയെയും കൂട്ടിക്കൊണ്ട് ബാക്കിയുള്ള പട്ടികളെയും കൂട്ടിക്കൊണ്ട് ഇവർ അവിടുത്തെ ഫാക്ടറിയിലേക്ക് പോയി. നമ്മളിങ്ങനെ ഏറുവളയുണ്ടല്ലോ, ആ സംഗതി അല്ലെങ്കിൽ കിഡ്സിന്റെ ടോയ്സ് അതൊക്കെയാണ് ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത്. പട്ടികളാണെങ്കിൽ അവർക്ക് കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താലും മതി. അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരത്ത് ഒസിയെ ആരും കൂടെ കൂട്ടുന്നില്ല. അപ്പോഴാണ് 2 കാലിൽ തളർന്നിട്ടുള്ള ചെസ്റ്റർ എന്ന പട്ടി നമ്മുടെ ഒസിയെ വിളിക്കുന്നത്, ഇവിടെ വന്നിരുന്നോ മോനെ എന്നും പറഞ്ഞിട്ട്. അന്നേരം അവിടെ മുഖമൊക്കെ രോമം കൊണ്ട് മൂടപ്പെട്ട വേറൊരു പട്ടിയും കൂടി ഉണ്ടായിരുന്നു, ഡോക്ക്. ഇവര് 4 പേരും അതായത് ഫ്രോങ്കിയും കൂടെ നല്ല കൂട്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒസി ചെസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് വെളിയിൽ കിടക്കാൻ എപ്പോഴാ പറ്റുകയെന്ന്. അപ്പൊ ചെസ്റ്ററും പറഞ്ഞു, ഇവിടെ നിന്ന് പുറത്ത് കിടക്കുന്നത് കഷ്ടമുള്ള കാര്യമാണെന്ന്. കിറ്റിക്കാണെങ്കിൽ ഒസിയെ മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവിടെ ഒരു പട്ടി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്, എന്റെ ബോസ് പുറത്തിറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ചാൽ വിട്ടോ എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട്. അവനെ ഇവിടെ ഒരു കോമ്പറ്റീഷനിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ആരെയും കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ജയിലിൽ. അപ്പൊ അവൻ ഇറങ്ങുന്നതിനെ പറ്റിയിട്ടാണ് മറ്റേ പട്ടി വലിയ ഹാപ്പി ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്.
ഇതിനിടയ്ക്ക് ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രോങ്കി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒസിയും ഒന്ന് ചാടി പോവാനായി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ചെറുതായിട്ട് ഇവർക്കിടയിൽ ഫേമസും ആയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ വിറ്റോ നമ്മുടെ ഒസിയെ അങ്ങനെ വിളിപ്പിക്കുകയാണ്. പേടിച്ചാണ് ഒസി അവിടേക്ക് ചെല്ലുന്നേ. അവനോട് വിറ്റോ ചോദിച്ചു, നീ ഒരു കോമ്പറ്റീഷന്റെ കാര്യം അറിഞ്ഞിരുന്നോ? അന്ന് ഈ കോമ്പറ്റീഷനിൽ തോറ്റതുകൊണ്ടാണ് എന്നെ ഇവന്മാര് പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടായിരുന്നത്. ഈ കോമ്പറ്റീഷനില് ഞാൻ മത്സരിപ്പിക്കുന്ന മത്സരാർത്ഥിയുടെ കൂടെ ഓടി ട്രെയിൻ ചെയ്യിക്കാനായിട്ട് നീ വേണം എന്ന് ഒസിയോട് വിറ്റോ പറയുമ്പോൾ അവനാവട്ടെ എനിക്കതിന് ഈ ഓട്ട മത്സരമൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. ഇത് നീ ചെയ്തിട്ടില്ലെങ്കിൽ എന്നും പറഞ്ഞു വിറ്റോ അവനെ ഭീഷണിപ്പെടുത്തിയപ്പോ വെറുതെ പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നും പറഞ്ഞിട്ട് അവിടുത്തെ മെയിൻ ചാമ്പ്യൻ ആയിട്ടുള്ള ഫ്ലാഷിന്റെ കൂടെ ഒസി ഓടാൻ തുടങ്ങി. പക്ഷെ ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ട് ഒസിയാണ് അവനെ വെട്ടിച്ചോടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിറ്റോ ഒസിയോട് പറഞ്ഞു, നീ അവനേക്കാൾ ഫാസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഇത്തവണത്തെ കോമ്പറ്റീഷനിൽ എന്റെ പാർട്ടിസിപ്പന്റ് ആയിട്ട് നീ വേണം മത്സരിക്കാനായിട്ട് എന്ന് പറയാണ്. ഒസി പറഞ്ഞു, സത്യമായിട്ടും എനിക്കിതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല എന്ന്, നീ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് വിറ്റോ പറയാണ്. അങ്ങനെ ഇവൻ ഫ്രണ്ട്സിനോട് വന്ന് കാര്യം പറയുമ്പോൾ ഇതിനിടയിൽ ഒന്നും പോയി ഇടപെടാൻ നിൽക്കണ്ട, ഇത് വലിയ പുലിവാലാവും എന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇക്കാര്യം വിറ്റോയോട് പറയുമ്പോൾ നീ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, എനിക്കെതിരായിട്ടൊരു തീരുമാനമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ വെച്ചേക്കത്തില്ല എന്ന് വിറ്റോ പറഞ്ഞു. അങ്ങനെ ഇത് തീർപ്പാക്കാൻ വേണ്ടി അവിടുത്തെ നേതാവായ ഗ്രണ്ടിനോട് പോയിട്ട് ഒസി പരാതി പറയുമ്പോൾ ഗ്രണ്ട് പറഞ്ഞു, നീ എന്തായാലും ആ മത്സരത്തിൽ പങ്കെടുക്കണം, പക്ഷെ നീ അതിൽ ജയിക്കാൻ പാടില്ല, നീ അതിൽ ജയിച്ചാ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന്. ഇത് കേട്ടപ്പോൾ ഒസിക്ക് തൃപ്തിയായി. വിറ്റോ പറയുന്നു ആ മത്സരത്തിൽ പങ്കെടുക്കണം, വിജയിക്കണം, ഇല്ലെങ്കിൽ ഇവന്റെ കഥ കഴിയും. ഗ്രണ്ട് പറയുവാണ്, നീ ആ മത്സരത്തിൽ പങ്കെടുക്കണം, പക്ഷെ തോൽക്കണം, ഇല്ലെങ്കിൽ അവന്റെ കഥ കഴിയും. ഇവൻ രണ്ടിനും സമ്മതിച്ചു കൊടുത്തില്ല. വിറ്റോയുടെ ആൾക്കാരും ഗ്രണ്ടിന്റെ ആൾക്കാരും ഇവനെ മാറി എങ്ങനെയെങ്കിലും ഇതിനെ സമ്മതിപ്പിച്ചെടുക്കാൻ വേണ്ടി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാത്രി ഉറങ്ങാൻ കൂടി വിടത്തില്ല. ഇതേ സമയത്ത് നമ്മുടെ ഒസിയുടെ വീട്ടുകാരെ ഇവിടെ പോളിനോട് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പട്ടി എവിടെയെന്ന്, വെക്കേഷൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പോള് പറയുവാണ് അത് പനി പിടിച്ച് ചത്തുപോയെന്ന്. ഇവര് കുറെ അധികം തർക്കിച്ചു നോക്കി, കാര്യമൊന്നും ഉണ്ടായില്ല. അവസാനം നമ്മുടെ ഒസി ആവട്ടെ സമ്മതിച്ചു കൊടുത്തു, ഓക്കെ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കും. ഇത് കേട്ട അവന്റെ ഫ്രണ്ട്സ്, നീ ഇപ്പൊ ആരെ ചതിക്കാൻ പോവാ, വിറ്റോ പറഞ്ഞതുപോലെ നീ വിജയിച്ച ഗ്രണ്ട് നിന്നെ തൂക്കും, ഗ്രണ്ട് പറഞ്ഞതുപോലെ തോറ്റ വിറ്റോ നിന്നെ തൂക്കും, എന്തോ ചെയ്യും. അങ്ങനെ ഒസി പറഞ്ഞു, രണ്ടുപേരെയും ഞാൻ ചതിക്കാൻ പോവാ, ഈ പ്ലാനും വെച്ച് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവാണെന്ന്. ഈ പേരും പറഞ്ഞ് ഇവരെ ഒരുപാട് മുതലെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇവൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവനെ ഭയങ്കര ഒരു സെലിബ്രിറ്റി പോലെ കണക്കാക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പില് ഇവരുണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്ട്സ് കൊണ്ടുപോകാൻ വേണ്ടി ആ റിസോർട്ട് ഓണറും സഹായിയും വരാറുണ്ട്. ആ വണ്ടി വരുന്ന സമയം, അത് തിരിച്ചു പോകുന്ന സമയം, നിർത്തിയിടുന്ന സമയം എല്ലാം തന്നെ നോക്കുന്നുണ്ട്. അതുപോലെ ഇതിന് അവിടെയും ഇവിടെയായിട്ട് ചില കനാൽസ് ഒക്കെ ഉണ്ട്, പൈപ്പ് കനാലുകൾ. അപ്പോൾ അതിന്റെ വഴികളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫുൾ പ്രിസണിന്റെ ബ്ലൂ പ്രിന്റ് എടുക്കാൻ വേണ്ടി ഗ്രണ്ടിന്റെ ഓഫീസിലോട്ട് പോകാൻ ചെസ്റ്ററിന്റെ സഹായം ചോദിക്കുകയാണ്. കാരണം ചെസ്റ്റർ പേടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് കടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കായിരുന്നു. ചെസ്റ്ററിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഫ്രോങ്കി അവിടുത്തെ ജനൽ വൃത്തിയാക്കാൻ നിൽക്കുന്ന ആളെ പോലെ നിന്ന് നമ്മുടെ ഈ ഗ്രണ്ട് വരുന്നതൊക്കെ നോക്കി ഇവരങ്ങനെ ആ ഒരു ബ്ലൂ പ്രിന്റ് കൈക്കലാക്കാണ് ചെയ്യുന്നത്. ഗ്രണ്ടിന്റെ അടുത്ത് നിന്ന് തലനാരിടയ്ക്കാണ് ഇവന്മാര് രക്ഷപ്പെട്ട് പുറത്തോട്ട് കടക്കുന്നത്. ഈ ഒരു ബ്ലൂ പ്രിന്റ് വെച്ച് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫുൾ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴി നോക്കാമല്ലോ. അതൊക്കെ കൈക്കലാക്കിയിട്ട് വിറ്റോയെ കൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവർ സംഘടിപ്പിച്ചു, ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന പേരില്. അങ്ങനെ നമ്മുടെ ഒസി ആവട്ടെ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന കണ്ട് ഇവനിപ്പോ ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന്മാരാവട്ടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുമരെല്ലാം തുളച്ചിട്ട് ഇവിടെ നിന്ന് വെളിയിലോട്ട് കടക്കാനുള്ള വഴിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് എസ്കേപ്പിംഗ് പ്ലാൻ നടക്കുന്നു, മറുവശത്ത് ട്രെയിനിങ് ആണെന്നും പറഞ്ഞിട്ട് ഓരോരോ കാട്ടിക്കൂട്ടലുകളും. അതിനിടയ്ക്ക് വിറ്റോയും ഗ്രണ്ടും ഒന്ന് നേർക്ക് നേര് കണ്ടു. അങ്ങനെ അവരവിടെ വെച്ചൊരു ബെറ്റ് വെച്ചു. വിറ്റോ പറഞ്ഞു, ഞാൻ ജയിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഫുഡ് തരണമെന്ന്. ഗ്രണ്ട് പറഞ്ഞു, ഞാൻ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊട്ട് പൂച്ച ഭക്ഷണമാണ് തരാൻ പോകുന്നതെന്ന്. ഒസി ആണെങ്കിൽ ഇതിനിടയിൽ കിടന്ന് വേർത്തോണ്ടിരിക്കുകയാണ്, ഇവന്മാര് രണ്ടുപേരും ജയിക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ ചാമ്പ്യൻഷിപ്പ് നടക്കേണ്ട ദിവസം വന്നിരിക്കുകയാണ്. ഒസി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചാമ്പ്യൻഷിപ്പ് തുടങ്ങാനായി. ഇവൻ എങ്ങനെ മുങ്ങിയോ എന്നുള്ള പേടി അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം വൈകിട്ടാണെങ്കിലും ഒസി കളത്തിലിറങ്ങി അവനെ കണ്ട് എല്ലാവർക്കും ആശ്വാസമായി. അവർ ഓടിത്തുടങ്ങി. ഈ ഫ്ലാഷ് എന്ന് പറയുന്ന പട്ടിയുടെ ഒപ്പത്തിനൊപ്പം തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കറണ്ട് പോവും. കറണ്ട് വന്നു കഴിഞ്ഞ ഒസിയെ ട്രാക്കിൽ കാണത്തില്ല. ഇവരിരിക്കുന്ന
ആ ഒരു സ്റ്റേഡിയം ഫുള്ള് പുറത്തു നിന്ന് ലോക്ക് ആക്കിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും പുറത്ത് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ സ്റ്റേഡിയം ഒക്കെ കുത്തിപ്പൊളിച്ച് വന്ന് നോക്കുമ്പോൾ ഒസിയെയും ഫ്രോങ്കിയെയും അതുപോലെ ഡോക്കിനെയും ചെസ്റ്ററിനെയും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ വിറ്റോ തിരയാൻ തുടങ്ങി. ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എസ്കേപ്പിംഗ് മാളം ഇവർ കണ്ടെത്തി. ആ മാളത്തിലൂടെ ഇവന്മാര് പോയിട്ട് ഫാക്ടറിക്കകത്ത് പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്ന ആ ഒരു പെട്ടിയിലോട്ടാണ് ചെന്ന് ചാടുന്നത്. അങ്ങനെ ഈ പെട്ടി പാക്ക് ചെയ്തിട്ട് നേരെ വണ്ടിയിലോട്ട് കയറ്റും, വണ്ടി വെളിയിൽ പോവും, അങ്ങനെ രക്ഷപ്പെടാമെന്നാണ് ഇവരുടെ പ്ലാൻ. പക്ഷേ ഇവരെ കാണാതായതറിഞ്ഞ് ഇവിടുത്തെ ചീഫ് ആ വണ്ടി നിർത്തിപ്പിച്ച് നമ്മുടെ പിള്ളേരെ അതിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ പേരില് അവരെ ഇപ്പോ ആ കരിങ്കൽ തുറങ്കില് ഇട്ടടയ്ക്കാണ്. അന്നേരം ചെസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെന്ന്, നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ഈ ഗതിയിലാക്കി എന്നൊക്കെ പറയാണ്. പിന്നീട് നമ്മുടെ ഒസിയെ മാത്രം അതിനകത്തിടാതെ ഗ്രണ്ടിന്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒസി ആവട്ടെ ഗ്രണ്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന പല കളക്ഷൻസും തല്ലി പൊളിക്കാൻ നോക്കിയിട്ട് അവന്റെ ശ്രദ്ധ തിരിച്ചു. എന്നിട്ട് നമ്മുടെ ചീഫിനെയും ഗ്രണ്ടിനെയും അവിടെ നിന്ന് മാറ്റി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ശരിക്കും ഇവിടെ പട്ടിപ്പണി എടുക്കാൻ വേണ്ടി ജനിച്ചവരാണോ? നമുക്ക് ഇവിടെ എത്തുന്നതിന് മുൻപ് ഒരു ലൈഫ് ഉണ്ടായിരുന്നില്ലേ? നമ്മള് പലരുടെയും സ്നേഹനിധികളായ പെറ്റ്സ് ആയിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഇവരുടെ നെയിം ടാഗിന്റെ ബോക്സ് താഴെ ഇട്ട് കൊടുത്തു. ഓരോ പട്ടികൾക്കും അവരുടെ പണ്ടത്തെ ഓർമ്മകൾ വന്ന് അവര് ഈ ഒരു പ്രിസണ് നേരെ അല്ലെങ്കിൽ ഈ ഒരു അതോറിറ്റിക്ക് നേരെ പ്രതികരിക്കാൻ തുടങ്ങി. അവിടെയുള്ള ജോലികളൊന്നും എടുക്കാതെ അവിടുത്തെ പോലീസ് പടയായിട്ടുള്ള ചീഫിന്റെ പടയ്ക്ക് നേരെ അവർ പ്രതികരിക്കാൻ തുടങ്ങി. അതുപോലെ പോളിന്റെ വണ്ടി അകത്ത് നിന്നിരുന്നല്ലോ, ഈ വണ്ടി അവർ ട്രാപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നെ കുറച്ച് ചാടിച്ച് അവരെയൊക്കെ പേടിപ്പിക്കാനൊക്കെ തുടങ്ങി. ഇതിനിടയിൽ തീ പിടിച്ചു. ആ തീ പിടിക്കുമ്പോൾ നമ്മുടെ ഒസിയുടെ ഫ്രണ്ട്സൊക്കെ ആ കരിങ്കൽ തുറയ്ക്ക് ഉള്ളിൽ ഇരിക്കുകയാണ്. ആദ്യം പോയിട്ട് ഒസി നേരെ നമ്മുടെ ഫ്രോങ്കിയെയും അതുപോലെ ചെസ്റ്ററിനെയും രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഡോക്കിനെ രക്ഷപ്പെടുത്തുമ്പോഴേക്ക് ആ ചീഫ് ഇവന്റെ മുന്നിലേക്ക് വന്ന് ചാടുകയാണ്. അങ്ങനെ ഒസിയും ചീഫും കൂടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രോങ്കി ആണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് തീ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് ചീഫിന്റെ തലക്കടിച്ച് ഈ പ്രിസന്റെ ഡോർ വരെ തുറന്നു. എല്ലാ പട്ടികളും വെളിയിലോട്ട് ഓടാൻ നോക്കുകയാണ്. ഇവിടെ നിന്ന് പോളിന്റെ വണ്ടി പോവാൻ നേരം നമ്മുടെ പിള്ളേര് അതിലോട്ട് ചാടിക്കയറി. വിറ്റോ ആവട്ടെ ഗ്രണ്ടിനെയും ചീഫിനെയും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വണ്ടിയിലൂടെ സഞ്ചരിച്ചവര് സിറ്റിയിലേക്ക് എത്തി. ആദ്യം തന്നെ ഡോക്കിന്റെ ഓണറായിട്ടുള്ള സർഫിംഗ് ആർട്ടിസ്റ്റിനെയാണ് ഇവരെ കണ്ടെത്തുന്നത്. ഓണറിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതിനുശേഷം നമ്മുടെ ഫ്രോങ്കിയുടെ ഓണറിനെ കണ്ടുപിടിക്കാൻ പോയി. ഫ്രോങ്കി ഒരു കണ്ണ് കാണാത്ത ആളുടെ ഗൈഡോഗ് ആയിരുന്നു. അപ്പൊ ഫ്രോങ്കിക്ക് ഒരു പേടി, അയാൾക്ക് വേറെ പട്ടി ഉണ്ടായിരിക്കുമോ എന്ന്. അയാൾക്ക് പുതിയതായിട്ടൊരു പട്ടിയെ കിട്ടിയെങ്കിലും ഫ്രോങ്കിയുടെ കുര കേട്ടപ്പോൾ തന്നെ അവനെ മനസ്സിലായിട്ട് അവനെയും കൂടെ പുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ചെസ്റ്ററിന്റെ കാര്യം, അവന് പ്രത്യേകിച്ച് വീടൊന്നുമില്ല. അതുകൊണ്ട് ചെസ്റ്റർ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതേ വലിയ കാര്യം, നിനക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന്. ഒസി ആവട്ടെ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവന്റെ കിറ്റിയും അവന്റെ ഫാമിലി ഫുള്ള് ഒരു ഉറങ്ങിയ മട്ടായിരുന്നു ഇവൻ ഇല്ലാഞ്ഞ്. അങ്ങനെ ഒസി ഓടിപ്പോയി അവർക്കിടയിൽ കയറുകയും ചെസ്റ്ററിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവൻ വിളിച്ചോണ്ട് വന്ന അവന്റെ ഫ്രണ്ടല്ലേ, അവന്റെ വീട്ടുകാരൊന്നും പറഞ്ഞില്ല. നമ്മുടെ ഒസിയുടെ കൂടെ ചെസ്റ്ററിനെയും വളർത്താനായിട്ട് അവര് തീരുമാനിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ കാര്യങ്ങളെല്ലാം തീർത്തു വരുന്ന നമ്മുടെ ഒസിക്ക് ഈ പത്രക്കാരന്റെ പട്ടി അത്ര വലിയ ആളൊന്നും അല്ലല്ലോ. അങ്ങനെ ഈ വില്ലൻ പട്ടിയെ ഇവരെല്ലാവരും കൂടി അവിടെ നിന്ന് ഓടിപ്പിച്ച് കളയുന്ന ഒരു സീനിലാണ് 2016 പുറത്തിറങ്ങിയ ഒസി എന്ന ഈ മനോഹരമായ അഡ്വെഞ്ചറസ് കോമഡി ആനിമേഷൻ മൂവി അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇന്നത്തെ മൂവി ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ മലയാളത്തില് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്. കുറച്ചെങ്കിലും കൂട്ടുകാർക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ ആ ഒരു മൂവിയോട് ഭയങ്കര അധികം സിമിലാരിറ്റി ഉള്ള ഒരു മൂവിയാണിത്. ആ ഒരു മൂവിയും ഈ ഒരു മൂവിയും ഇറങ്ങിയ വർഷത്തിന്റെ വ്യത്യാസം വെച്ച് നമുക്ക് തോന്നിയൊരു ഡൗട്ട്, ഇനി ആ മൂവിയുടെ സംവിധായകനോ തിരക്കഥാകൃത്തോ ഈ മൂവി കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണോ ആ മൂവി ചെയ്തത്? എന്തായാലും നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട്, ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നുവെങ്കിൽ ജസ്റ്റ് കമന്റ്സ് ആയിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാട്ടോ. ഈ മൂവിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കിടിലൻ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എത്ര തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് മുന്നിലുള്ളതെങ്കിലും നമ്മൾ ഒന്നിരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അതിനൊരു അടിപൊളി സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അല്ലാതെ സൊല്യൂഷൻസ് ഇല്ലാത്ത
പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് എന്തെങ്കിലും വീഡിയോയ്ക്കിടയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ തോന്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയി പറയാം. കൂട്ടുകാർക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ബർത്ത്ഡേ വിഷുകളാണെങ്കിൽ നിങ്ങൾ ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപെങ്കിലും പറയണം. അതായത് ബർത്ത്ഡേ ഡേറ്റും അതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരും കൂടെ ഇതിന്റെ എല്ലാം 1 വീക്ക് മുൻപെങ്കിലും നമ്മുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള വീഡിയോസിൽ നമുക്കിത് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ കൂട്ടുകാർക്ക് വീഡിയോയ്ക്കിടയിൽ പേരുകൾ പറയണം, ഹായ് പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു മൂവി ആയിട്ട് വീണ്ടും കാണാം. ബൈ.